അതിന് ഇവിടെ എവിടെയെങ്കിലും ഒരു അടി നടന്ന മന്ത്രി ഫ്രണ്ട് കയറിയുന്ന ചരിത്രം നീ കേട്ടിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ട് അവൻ മുങ്ങി. അവൻ ആദ്യം മുങ്ങിയവൻ. പിന്നല്ലാതെ. റാണി, എന്റെ കുന്തം എവിടെ? അത് ഞാൻ റെന്റിന് കൊടുത്ത്. റെന്റിന് കൊടുത്താ? എന്റെ കബഡിപ്പലകെ റെന്റിനിരിക്കും. ആണ്ടടാ, എന്നാ പരിപാടി കാണിച്ചത്? ഞാനിവിടെ തൊണ്ടുതല്ലാൻ വന്നവനല്ല. ഞാനിവിടെ കോളേജ് വിൽക്കാൻ വന്നവനും അല്ല. രണ്ടുപേർക്കും ഇന്നലെ കഞ്ഞിയും മട്ടൻ മുളകും കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നു. അത് അതിന്റെ പൈസക്കാന്ന്. അയ്യോടാ, ഒരു കാര്യം ചെയ്യ്, ഇനി മേലെ ഇത് ആവർത്തിക്കരുത് കേട്ടോ. എന്തോ എടാ, ഇന്നലെ നീ ആ നടത്തറ LP സ്കൂളിലെ പിള്ളേരെ ഇവിടെ എക്സിബിഷൻ എന്ന് പറഞ്ഞു കൊണ്ടുവന്നായിരുന്നു. അന്ന് ആ 8B പഠിക്കുന്ന മനുക്കുട്ടൻ പോണ പോക്കിന് എന്റെ പുതിയ പട്ടുകോണം കൊണ്ടാ പോയത്. അത് മര്യാദക്ക് തിരിച്ചു തരാൻ പറഞ്ഞു. അയ്യോ, അത് പ്രഭുവിന്റെ പട്ടുകോണമായിരുന്നു. പിന്നല്ലാതെ. ഞാനോർത്ത് പെറുവിന്റെ കൊടിയാന്ന്. പെറുവിന്റെ കൊടിയോ നിന്റെ അച്ഛന്റെ വടിയോ? മര്യാദക്ക് സ്ഥാനം ഇവിടെ കിട്ടിയാണ് കേട്ടോ. പ്രഭു അത്രയില്ല വർത്താൻ എന്റെ അടുത്ത് പറയരുത്. നീ കൂടുതൽ പറയരുത്. ഞാൻ എടാ, നിന്നെ ഞാൻ ഇവിടെ എന്നാ പറഞ്ഞാ ജോയിൻ ചെയ്യിച്ചത്? യുദ്ധം വരുമ്പോ പ്രവചിക്കണം. എന്നിട്ട് യുദ്ധം പോയിട്ട് ഒരു മഴ വരുമ്പോ പോലും നീ ഇവിടെ പ്രവചിക്കുന്നുണ്ടോടാ? ഞാൻ ആരോടോ പോക്കാന്തവളയോ മഴ വരുമ്പോ ഇരുന്ന് പ്രവചിക്കാൻ. എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ തൊട്ട് നിനക്ക് ശമ്പളം ഇല്ലടാ കദളിപ്പഴമേ. എന്നാ പരിപാടിയാണ് രാജൻ? ഈ ഗുരു ഭയങ്കര ഫ്രോഡാണ്. അതെന്നാന്ന്? ഗുരു, നിങ്ങളെ ഈയിടെ മുതലയുടെ കോസ്റ്റ്യൂം ധരിച്ച് കുളക്കടവിൽ കാണാറുണ്ടല്ലോ. ഞാൻ വല്ലതും പറഞ്ഞ അത് ജഡ്ജ്മെന്റിൽ പറയും. അതുകൊണ്ട് ഞാൻ മിണ്ടടില്ല. റാണി, അത് ഒറിജിനൽ മുതലയാണ്. മൂക്കപ്പൊടി വലിക്കുന്ന മുതല ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്റെ പ്രഭു, ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്നാ അറിയാമോ? അറിയാമോ? എന്താ? ദൈവശാപം. അയ്യോ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രശ്നം വെക്കണം. ഇനി ഇവിടെ പ്രശ്നം ഉണ്ടാക്കി അടിച്ചതിന്റെ ചെവുകളി ഞാൻ വിളിക്കും. ഞാൻ ഇറങ്ങി ആ യുദ്ധത്തിന്റെ ഗുരു, നിങ്ങൾ പ്രശ്നം വെക്കുന്നു. ഞാൻ പ്രശ്നം വെക്കുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ എന്നാ ഉണ്ടാക്കും? ഞാനും എന്റെ അളിയനും കൂടി പോകുമ്പോ ചെളിത്തണ്ടുമ്പോൾ രാജച്ചണ്ടൻ കണ്ട ഭാഗമുണ്ടോ തെണ്ടിക്ക് നടത്തി കളഞ്ഞില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ആ താക്കോൽ ഇങ്ങെടുക്ക, അവന് ഫിക്സ് അല്ല, കൊടിയ മന്ത്രങ്ങളാണോ? അയ്യോ രാജൻ, ഓ റാണിക്ക് 3 സിം ഉണ്ടല്ലേ? അതെ ഉണ്ട്. റാണി എല്ലാ ദിവസവും 1-ാം തീയതി വീട്ടിൽ പോകാറുണ്ടല്ലേ? അതെ ഉണ്ട്, പോകാറുണ്ട്. ഒരു 10 മണി കഴിഞ്ഞ് റാണീനെ ഒരു ഞരമ്പം വിളിക്കാറുണ്ടല്ലേ? ഉണ്ട്. ആ ഞരമ്പിന് നിങ്ങൾ തെറി പറഞ്ഞ് ഓടിക്കാറുണ്ടല്ലേ? അപ്പൊ നീയാണല്ലടാ പുള്ളിപ്പുരു. അമ്മ സത്യം, എനിക്കൊരു ഐഡിയയുടെ സിം മാത്രമേ ഉള്ളൂ. ഉറപ്പാണോ? യു കണ്ടിന്യൂ. പ്രഭു, ഞാൻ വെറ്റില നോക്കി പറയാം. എന്നാ ശരി, വെറ്റില നോക്കി പറയൂ. പ്രഭു, അത് സംഭവിച്ചിരിക്കുന്നു. എന്ത് സംഭവിച്ചിരിക്കുന്നു? എന്ത്? നമ്മുടെ വെറ്റമരത്തിലും പുഴു കയറിയിരിക്കുന്നു. ഞാൻ വെട്ടിയെടുത്ത് ഞാൻ എറിയും കേട്ടോ ഞാൻ. പ്രഭു, ഓ, ഈ യുദ്ധം അവസാനിപ്പിക്കണം. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് വൈസ്രോയി എനിക്ക് തന്നൊരു തോക്കുണ്ട്. ആ തോക്കിന്റെ എതിർ രാജ്യത്തെ രാജാവിന്റെ തലമണ്ട നോക്കി ഞാൻ വെടിവെക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നു. എന്നാ അധികം എടുത്തോട്ട് വാ. കണ്ടോ, ഇങ്ങനെ വേണം വിവരമുള്ളവർ പറയാൻ കേട്ടോ. ഓ, പാള് കാടാ നോക്ക്. പ്രഭു, തത്തയുടെ കണ്ണ് കാണുന്നുണ്ടോ? ഇതിനകത്തല്ല, അങ്ങോട്ട് നോക്കൂ. തത്തയുടെ കണ്ണ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. തത്തയുടെ 2 ചുണ്ടുകൾ കാണുന്നുണ്ടോ? അർജുന, ഒന്ന് ഉണ്ടാക്കാവോ? ഇതെന്നതാണ്? ഇത് ഓട്ടോറിക്ഷയോ? തോക്കല്ലേ? എന്നാ ഇവ കാണിച്ചു കൂടുന്നതൊക്കെ? ഗ്രീസ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഗ്രീസോ? അപ്പൊ ഈ സംഭവം നടക്കുകയല്ല കേട്ടോ. ഇത് നടക്കുകയല്ല. ഇതെന്നാ അവിടുന്ന് വലിയൊരു വണ്ടി വരുന്നത്? അയ്യോ, ദേ കുറെ തലയും കൈയും പുറത്തിട്ടോണ്ട് വരുന്ന വണ്ടി. അയ്യോ, അത് തലയും കൈയും പുറത്തിട്ടോണ്ട് വരുന്നതല്ല. പിന്നെ നമ്മുടെ 40 പരന്മാരെ വെട്ടി നുറുക്കി താണ്ട വണ്ടിയെ ഇവിടെ കൊണ്ട് ഇറക്കാൻ വരുന്നത്. രാജന്റെ മൂട്ടിൽ തുമ്പി. എങ്ങോട്ടായി പോന്നേ? ഞാൻ പോയി ആ ഗ്രൗണ്ടിന്റെ നടുക്കിരിക്കാൻ പോവാ. അവിടെ ആകുമ്പോ അമ്മമാർ ഒറ്റ വെട്ടിന് കൊല്ലൂല്ലോ. ഇതുപോലെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലത്തില്ലല്ലോ.